ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം. അപ്പോൾ എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. എവരി ഇക്കോണമി ട്രൈസ് ടു സോൾവ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദ ഇക്കോണമി ഇൻ ഡിഫറൻറ്റ് വേസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് ഓരോ സമ്പദ് വ്യവസ്ഥയും വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ നമുക്കിവിടെ 3 സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. 1 ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, 2 സോഷ്യലിസ്റ്റ് ഇക്കോണമി, 3 മിക്സഡ് ഇക്കോണമി. അപ്പോൾ ഈ 3 സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ ഈ 3 സമ്പദ് വ്യവസ്ഥകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഇനിയുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി അല്ലെങ്കിൽ കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്ത സമ്പദ് വ്യവസ്ഥ. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. All means of production are under the ownership and control of government. ഇനി സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണ്? എല്ലാ ഉൽപാദന ഉപാധികളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെൻറ്റിന് ആയിരിക്കും. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപാദന സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ഉൽപാദന ഉപാധികൾ അതെല്ലാം ആരുടെ കീഴിലാണ്? ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും അതുപോലെ തന്നെ നിയന്ത്രണത്തിലും ആയിരിക്കും. അത്തരം സമ്പദ് വ്യവസ്ഥകളെയാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറയുന്നത്. അടുത്ത സവിശേഷത എക്കണോമിക് ഈക്വാളിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക സമത്വം. ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ എപ്പോഴും സാമ്പത്തിക സമത്വത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. എന്താണ് സാമ്പത്തിക സമത്വം? അതായത് ദരിദ്രരെന്നും ധനികരെന്നും വ്യത്യാസമില്ലാതെ 2 വിഭാഗത്തെയും ഈക്വലായിട്ട് പരിഗണിക്കുന്നതിനെയാണ് എക്കണോമിക് ഈക്വാളിറ്റി എന്ന് പറയുന്നത്. അടുത്ത സവിശേഷതയാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസര സമത്വം. അതായത് ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ വ്യക്തികൾക്കും ഒരേപോലെയുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഇനി വരുന്നതാണ് എക്കണോമിക് പ്ലാനിംഗ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം. എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയുടെ വിഭവങ്ങൾ വിനിയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ പദ്ധതി ഉണ്ടായിരിക്കും. അതിനെയാണ് എക്കണോമിക് പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വെൽഫെയർ മോട്ടീവ് ഓർ സോഷ്യൽ വെൽഫെയർ. ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? വെൽഫെയർ മോട്ടീവാണ്. അല്ലെ, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ സാമൂഹ്യ ക്ഷേമത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഈ സവിശേഷതകളൊക്കെ ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമി. അപ്പോൾ ഇത്തരത്തിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ സെൻട്രൽ പ്രോബ്ലംസിന് പരിഹാരം കാണുന്നത് എക്കണോമിക് പ്ലാനിംഗ് ആണ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം ആയിരിക്കും. രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഈ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിക്ക് പറയുന്ന മറ്റൊരു പേരാണ് മാർക്കറ്റ് ഇക്കോണമി അല്ലെങ്കിൽ കമ്പോള സമ്പദ് വ്യവസ്ഥ. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. അതായത് ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥാവകാശവും അതുപോലെ തന്നെ നിയന്ത്രണവും സ്വകാര്യ വ്യക്തികൾക്ക് ആയിരിക്കും. സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെൻറ്റിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലേക്ക് വരുമ്പോൾ ഗവൺമെൻറ്റിനേക്കാൾ പ്രാധാന്യം ആർക്കാണ്? സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനായിരിക്കും. അടുത്തത് ഇൻഡിവിജ്വൽ ഫ്രീഡം. അപ്പോൾ ഇവിടെ മാർക്കറ്റിനകത്ത് വ്യക്തികൾക്ക് കൂടുതൽ ഫ്രീഡം ഉണ്ടായിരിക്കും. അതായത് എന്ത് വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അത് വിൽക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തികൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അടുത്തത് ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ്. അതായത് ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അടുത്തത് പ്രൈസ് മെക്കാനിസം. ഇനി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ വില സംവിധാനം. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തിൻ്റെ ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയും ചേർന്ന് സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്രൈസ് മെക്കാനിസം. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ കേന്ദ്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പ്രൈസ് മെക്കാനിസം എന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അടുത്തത് പ്രോഫിറ്റ് മോട്ടീവ് ആൻഡ് കൺസ്യൂമർ സോവർണിറ്റി. ഇനി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലെ പ്രവർത്തനങ്ങൾ നമുക്ക് പറയാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്യം എന്തായിരിക്കും? ലാഭമായിരിക്കും അവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് ഒരു പരമാധികാരം ഉണ്ടായിരിക്കും. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നവരെ പറയുന്ന പേരാണ് കൺസ്യൂമേഴ്സ്. അപ്പോൾ മാർക്കറ്റിനകത്ത് കൺസ്യൂമേഴ്സിന് സോവർണിറ്റി അല്ലെങ്കിൽ ഒരു പരമാധികാരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും സവിശേഷതകളുള്ള
തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഈ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പ്രൈസ് മെക്കാനിസം അഥവാ വില സംവിധാനം എന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് ഇക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെയും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെയും സവിശേഷതകൾ ഉൾപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണ് മിക്സഡ് ഇക്കോണമി. നമുക്ക് അതിൻ്റെ സവിശേഷതകൾ നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ആൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ബോത്ത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗവൺമെൻറ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും ഉണ്ടായിരിക്കും. ഇപ്പോൾ മിക്സഡ് ഇക്കോണമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളെയാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. അടുത്ത സവിശേഷത കോ എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ, അതായത് പൊതു സ്വകാര്യ മേഖലകളുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള പ്രവർത്തനം. നമ്മൾ സ്കൂളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളും ഉണ്ടായിരിക്കും. ഒരേ സമയം ഗവൺമെൻറ് സെക്ടറും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയും പ്രവർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥകളെയാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എക്കണോമിക് പ്ലാനിംഗ് ആൻഡ് പ്രൈസ് മെക്കാനിസം. ഇവിടെ സാമ്പത്തിക ആസൂത്രണവും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വില സംവിധാനവും ഉണ്ടായിരിക്കും. അപ്പോൾ മിക്സഡ് ഇക്കോണമിയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില സംവിധാനവും അതുപോലെ തന്നെ സാമ്പത്തിക ആസൂത്രണവും ചേർന്നാണ്. അടുത്തത് സോഷ്യൽ വെൽഫെയർ ആൻഡ് പ്രോഫിറ്റ് മോട്ടീവ്. മിക്സഡ് ഇക്കോണമിക്ക് രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഒന്ന് സോഷ്യൽ വെൽഫെയർ ആണ്, സാമൂഹ്യ ക്ഷേമത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? പ്രോഫിറ്റ് മോട്ടീവ്, അതുപോലെ ലാഭത്തിന് വേണ്ടിയും അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സവിശേഷതകളൊക്കെ അടങ്ങിയ സമ്പദ് വ്യവസ്ഥയാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. മിക്സഡ് ഇക്കോണമിയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സാമ്പത്തിക ആസൂത്രണവും പ്രൈസ് മെക്കാനിസവും ചേർന്നാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ നമുക്കറിയാം എക്കണോമിക്സിനെ രണ്ട് ബ്രാഞ്ചാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് മൈക്രോ എക്കണോമിക്സ്, രണ്ട് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ അവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഡിഫറൻസിനെ പഠിക്കാൻ വേണ്ടി നമ്മളൊരു ടേബിളാണ് ഉപയോഗിക്കുന്നത്. ടേബിളിൽ ഫസ്റ്റ് കോളം പോയിന്റ് ഓഫ് ഡിഫറൻസ്, അതായത് ഏതൊക്കെ മേഖലയിലാണ് ഡിഫറൻസ് വരുന്നത്. രണ്ടാമത്തത് അത് മൈക്രോ എക്കണോമിക്സിൽ എങ്ങനെയായിരിക്കും. മൂന്നാമത്തത് മാക്രോ എക്കണോമിക്സിൽ എങ്ങനെയാണ്. അപ്പോൾ ആദ്യം നോക്കാം യൂണിറ്റ് ഓഫ് സ്റ്റഡി, അതായത് പഠന യൂണിറ്റ് എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? കൺസ്യൂമേഴ്സ്, ഹൗസ് ഹോൾഡ്, ഫേം. കൺസ്യൂമേഴ്സ് ആരാണ്? ഉപഭോക്താവാണ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നവരെയാണ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താവ് എന്ന് പറയുന്നത്. അത് മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് മീൻസ് ഗാർഹിക മേഖല, കുടുംബങ്ങൾ, അത് മൈക്രോ എക്കണോമിക്സിലാണ് വരുന്നത്. പിന്നെന്താണ്? ഫേംസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, അതും മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. ഇനി മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ഏത് കാര്യത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? GDP, പ്രൈസ് ലെവൽ, എക്സെട്ര. GDP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് വില നിലവാരം. അപ്പോൾ ഈ കാര്യങ്ങളാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത്. അടുത്തത് മെത്തേഡ്. ഏത് മെത്തേഡാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്, അതുപോലെ മാക്രോ എക്കണോമിക്സിൽ വരുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് പാർഷ്യൽ ഇക്വിലിബ്രിയമാണ്, അല്ലെങ്കിൽ ഭാഗിക സന്തുലിതാവസ്ഥയാണ്. മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ജനറൽ ഇക്വിലിബ്രിയം ആയിരിക്കും, അതായത് പൊതു സന്തുലിതാവസ്ഥ ആയിരിക്കും. അടുത്തത് അതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ വ്യാപ്തി, രണ്ട് ബ്രാഞ്ചിൻ്റെയും വ്യാപ്തി എത്രയാണ് എന്ന് നോക്കാം. മൈക്രോ എക്കണോമിക്സിൽ വരികയാണെങ്കിൽ സിമ്പിൾ മൈക്രോ യൂണിറ്റ്സ്, അതായത് വളരെ ലളിതമായിട്ടുള്ള ചെറിയ യൂണിറ്റുകളെ കുറിച്ചാണ് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്താണ്? അഗ്രിഗേറ്റ് ഇക്കോണമി, സമ്പദ് വ്യവസ്ഥയുടെ മുഴുവനായ പഠനം. അഗ്രിഗേറ്റ് മീൻസ് എന്താണ്? ടോട്ടൽ അല്ലെങ്കിൽ മുഴുവൻ എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അഗ്രിഗേറ്റ് ഉപയോഗിക്കുന്നത്. ഇനി വ്യൂ പോയിന്റ്, മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും ഒരു വ്യൂ പോയിന്റ് എങ്ങനെയാണ്? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് വേംസ് ഐ വ്യൂ. വേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ മണ്ണിരനെ പറയുന്ന പേരാണ് വേം. അപ്പോൾ ആ വേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ആ ചുറ്റുപാടിനെ മാത്രമാണ് കാണാൻ കഴിയൂ. അത്തരത്തിൽ ചെറിയ യൂണിറ്റുകളെ കുറിച്ചാണ് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. പക്ഷേ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അത് ബേർഡ്സ് ഐ വ്യൂ ആണ്. ബേർഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ഒരുപാട് ഉയരത്തിൽ പറക്കാൻ കഴിയും. അപ്പോൾ താഴെയുള്ള ഒരുപാട് കാര്യങ്ങളെ വിശാലമായിട്ട് കാണാനും കഴിയും. അപ്പോൾ അതുപോലെ വളരെ വിശാലമായ കാര്യങ്ങളെക്കുറിച്ചാണ് മാക്രോ എക്കണോമിക്സ് ഡിസ്കസ് ചെയ്യുന്നത്.
ഇനി ഒബ്ജക്റ്റീവ് എന്താണ് ലക്ഷ്യങ്ങൾ? മൈക്രോ എക്കണോമിക്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു അനലൈസ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്. വ്യക്തിഗത സാമ്പത്തിക യൂണിറ്റുകളുടെ സ്വഭാവത്തിനെ വിശകലനം ചെയ്യുക. അതാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് ആണെങ്കിലോ ടു അനലൈസ് ദ ബിഹേവിയർ ഓഫ് ദ ഇക്കോണമി ആൻഡ് ഇറ്റ്സ് അഗ്രിഗേറ്റ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവത്തെയും അതിൻ്റെ ടോട്ടൽ എന്താണോ അതിനെയും വിശകലനം ചെയ്യുക എന്നുള്ളതാണ് മാക്രോ എക്കണോമിക്സിൻ്റെ ഒബ്ജക്റ്റീവ്. ഇനി നമുക്കതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈക്രോ എക്കണോമിക്സിന് ഉദാഹരണമാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ഇൻഡിവിജ്വൽ ഇൻകം, അതായത് വ്യക്തിഗത ചോദനം, വ്യക്തിഗത വരുമാനം. അതുപോലെ മാക്രോ എക്കണോമിക്സിൻ്റെ ഉദാഹരണമാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, നാഷണൽ ഇൻകം, മൊത്തം ചോദനം, ദേശീയ വരുമാനം. അപ്പോൾ ഇതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അടുത്ത ടോപ്പിക്ക് പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും പോലെ വരുന്ന അടുത്തൊരു ഡിവിഷനാണ് പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും. എ പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ഈസ്. പോസിറ്റീവ് എക്കണോമിക്സ് പറഞ്ഞെന്താണ്? അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വാട്ട് ഈസ്, അതായത് എന്താണ്, ഒരു വസ്തുത എന്താണ് എന്ന് വിശകലനം ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. And in positive analysis, the consequences of an action are explained without going into its merits and demerits. ഇനി പോസിറ്റീവ് അനാലിസിസ് ആണെങ്കിൽ ഒരു ആക്ഷൻ്റെ കോൺസിക്വൻസസ് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ അവിടെ എന്തിനെ കുറിച്ച് പറയുന്നില്ല? അതിൻ്റെ മെറിറ്റിനെ കുറിച്ചോ ഡിമെറിറ്റിനെ കുറിച്ചോ ഡിസ്കസ് ചെയ്യില്ല. പക്ഷെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ നൽകുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്കണോമിക്സിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് എക്കണോമിക്സ്. അടുത്തത് എന്താണ് നോർമേറ്റീവ് എക്കണോമിക്സ്? നോർമേറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ഓട്ട് ടു ബി, അതായത് ഒരു വസ്തുത എന്തായിരിക്കണം എന്ന് വിശകലനം ചെയ്യുന്നതിനെയാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദ ഡിസൈറബിലിറ്റി ഓഫ് എൻ ആക്ഷൻ ഈസ് അനലൈസ്ഡ്. അപ്പോൾ ഇവിടെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ സ്വീകാര്യത അല്ലെങ്കിൽ ഡിസൈറബിലിറ്റി എന്ത് ചെയ്യാറുണ്ട്? വിശകലനം ചെയ്യാറുണ്ട്.